നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യൂട്യൂബിൻ്റെ ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് തരുന്ന പുതിയ 1-2 ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും യൂട്യൂബ് വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് ഞാൻ പല വീഡിയോക്കകത്തും പറയുന്നുണ്ട്. പ്ലാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം, നല്ല കണ്ടൻസും നല്ല ഏരിയാസും നമ്മൾ സെലക്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് നിങ്ങൾക്ക് തന്നെ ഹൃദ്യമല്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നിങ്ങൾ എന്ത് വാല്യൂ ആണോ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഇൻജെക്ട് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്, ആ വാല്യൂ ആണ് നിങ്ങളെ ഒരു വീഡിയോയ്ക്കകത്ത് വരുന്ന യൂസറിനെ പിടിച്ചു നിർത്തുന്നതും ഇനി നിങ്ങൾ അതുപോലെ ഇടുന്ന വീഡിയോസിനെ അവർ കാണണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നതും. ആ ഒരു പ്രേരണയാണ് അവരെ കൊണ്ടുള്ള യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത്. സെയിം ടൈമിൽ ആ വീഡിയോ ചാനലിനകത്ത് ഇനി ഇടുന്ന ഒരു വീഡിയോയും മിസ്സാവരുത്, ആദ്യമേ തന്നെ അത് കാണണം എന്നൊക്കെയുള്ള പല സംഗതികളും അവരെ കൊണ്ട് ചിലപ്പം അതിനെ അലേർട്ട് ബട്ടൺ ഓൺ ചെയ്യിക്കും. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ അലേർട്ട് ബട്ടൺ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് ഒരു പരിധിവരെ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ട്രസ്റ്റ് വാല്യൂ അഥവാ വിശ്വാസ്യത കൂട്ടും. എപ്പോഴും എല്ലാ കാര്യത്തിനകത്തും വിശ്വാസ്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം. നല്ല വിശ്വാസ്യത കിട്ടണമെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള നല്ല കണ്ടന്റ്, ക്വാളിറ്റി സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. വിശ്വാസ്യത മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാ ഏരിയയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ട്രസ്റ്റ് വാല്യൂ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനനുസരിച്ച് ട്രസ്റ്റ് വാല്യൂ ഉള്ള റിലവൻ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണകരമാണ്. അതിനാണ് പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്. പ്ലാൻ ചെയ്യുമ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പോൾ അവിടെ എന്താ റിലവൻ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ ഒരു മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. കഷ്ടകാലത്തിന് നമ്മളെ വീഡിയോയിൽ കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെയും മലയാളികളല്ലാത്ത കുറച്ച് ആൾക്കാരായി. ഇപ്പം ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്തോട്ടോ, ഇപ്പം നാൾക്ക് നീളെ ഫുള്ള് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യൂട്യൂബേഴ്സ് സബ് ടു സബ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ ഇതിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരെ വീഡിയോ കണ്ട് അവർക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് ചെയ്യുക, പല സംഭവങ്ങളും ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള റിസർച്ചൊക്കെ ഒന്ന് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താനും അതിനെക്കുറിച്ചുള്ള അറിവ്, എപ്പോഴും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനകത്ത് അറിവ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. പ്ലാനിങ്ങിനകത്തുള്ള അറിവെന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ ഏത് ടൈപ്പിലുള്ള ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുന്ന, ഏത് ജെൻഡറിലുള്ള ആൾക്കാർക്കാണ് ഇഷ്ടപ്പെടുക, ഏത് പ്രദേശത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ പ്ലാനിങ്ങിനകത്ത് ഒരു വീഡിയോ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നതിനകത്തും കാര്യമുണ്ട്. നമ്മളുടെ പർപ്പസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാനൊരു ചാനൽ തുടങ്ങുന്നത് ആ ചാനൽ തുടങ്ങുന്ന അതേ പർപ്പസ് ആയിരിക്കില്ല വേറൊരാൾക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങാം. അല്ലെങ്കിൽ ഞാനൊരു കമ്പനിക്ക് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തായിരിക്കണം എന്നുള്ളത് അല്ല, മറ്റേ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ആഡ്സെൻസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം കാണിച്ച് അതിനകത്ത് നിന്ന് കമ്മീഷൻ കിട്ടി ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ചെയ്യുന്നത്. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടോ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ ബാനറും അതിൻ്റെ കസ്റ്റമൈസേഷനും അതിനകത്തുള്ള വീഡിയോസും ഒക്കെ. നമ്മൾ പർപ്പസ് എന്തായിരിക്കും? ആ ബ്രാൻഡ് പ്രോഡക്ട്സ് വിറ്റ് പോവുക, അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സർവീസ് ഏരിയാസിലേക്ക് ആൾക്കാരെ ശ്രദ്ധ ആകർഷിക്കുക. അപ്പോൾ നമ്മളവിടെ എന്ത് ടൈപ്പ് വീഡിയോസ് ഇടണം? ചിലപ്പോൾ അവർ കൊടുക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് കൊടുക്കാം, ആ സർവീസുകളിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആഡുകൾ കൊടുക്കാം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അവിടെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ കണക്ട് ചെയ്യാനും റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രം കിട്ടിയാൽ മതി എന്ന് ആലോചിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ അടുത്തുള്ള നമ്മളൊരു പരിചയക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും പറയാൻ ഒരിക്കലും പാടുള്ളതല്ല. അതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന ചാനലിൻ്റെ പ്ലാനിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പം നമ്മൾ നോക്കിയേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട്, എബ്രഹാം ലിങ്കൻ്റെ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. If you give 6 hours to chop down a tree, I will spend first 4 hours to sharpen my axe എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്കൊന്നുമല്ല കോട്ടിൻ്റെ ഇത് വരുന്നത്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കോട്ട് എന്താ, എനിക്കൊരു മരം മുറിച്ചിടാനായിട്ട് നിങ്ങൾ 6 മണിക്കൂർ തരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 മണിക്കൂർ ഞാൻ എൻ്റെ ആക്സിൻ്റെ, എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്നുള്ളതാണ്. അതാണ് പ്ലാനിങ്.
നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ വീഡിയോ എങ്ങനെയുള്ള ഓഡിയൻസിനെ കിട്ടണം, എങ്ങനെയുള്ള ഓഡിയൻസിന് മുമ്പിലേക്കാണ്. ഇനി നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്തോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്തോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നമാണ് ടെലിഗ്രാം ഗ്രൂപ്പ്. ഒരു രക്ഷയില്ല. ടെലിഗ്രാം ഗ്രൂപ്പിനകത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് 10,000 ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 9,000 ഓഡിയൻസ് ഹിന്ദിക്കാരാണെങ്കിൽ അവർക്ക് നിങ്ങളെ വീഡിയോ കിട്ടിയതുകൊണ്ടോ ഭായി മേരാ ചാനൽ സബ്സ്ക്രൈബ് കരോ കീജിയെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ ഹിന്ദിക്കാരെ വിളിച്ച് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 100-200 വെച്ച് കൂടി 1000 ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആഡ്സൻസ് അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കും. ചിലപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്യും. പക്ഷെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടാണ് ശരിക്കുള്ള കഥ വരുന്നത്. നിങ്ങൾക്ക് ആഡ്സൻസ് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസിനകത്ത് വ്യൂസ് കിട്ടുമ്പോൾ ചിലപ്പോൾ 1-2 വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ചാനലിൽ എവിടെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 150-250 അല്ലെങ്കിൽ 1,500 വ്യൂസ് കിട്ടി. 1,500 വ്യൂസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വ്യൂവേഴ്സ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പോകുന്ന ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ, ഹിന്ദിക്കാർ 1000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 900 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, 800 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയിലേക്ക് വരുന്ന ഹിന്ദിക്കാർ നിങ്ങളിടുന്ന മലയാളം വീഡിയോ കണ്ട് ഫുള്ള് കണ്ടിരുന്ന അതിൻ്റെ അകത്ത് ആഡൊക്കെ കണ്ടിരുന്നിട്ട് പോകണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? 1,500 വ്യൂസ് കിട്ടി, നിങ്ങളുടെ ഏണിങ്സ് എത്രയാ? 8 രൂപ അല്ലെങ്കിൽ 11 രൂപ, 12 രൂപ. എന്താ പ്രയോജനം? അവിടെ നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നല്ല വീഡിയോസ് തയ്യാറാക്കുകയും ആ വീഡിയോയ്ക്ക് ഒരുപാട് ആഡ്സ് കാണിക്കാനുള്ള സാധ്യത യൂട്യൂബിന് കൊടുക്കുകയും അവിടെ ആഡ് വാല്യൂ ഉള്ള സംഭവമാണെങ്കിൽ നല്ല വാല്യൂ ഉള്ള ആഡ് അവിടെ കാണിക്കത്തുള്ളൂ. യൂട്യൂബിന്റെ ഒരു വേറെ സംഭവം ആഡ്സെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന അവരുടെ അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ ഒരു സംഭവം, അവർ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനകത്ത് ആഡ് ഇടുന്ന ആൾക്കാരുടെ അഡ്വർടൈസേഴ്സിന്റെ ഇൻട്രസ്റ്റിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അഡ്വർടൈസ് ചെയ്യുന്ന വലിയ കമ്പനികളുടെ ആഡിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർക്ക് അതുവഴി അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുള്ള രീതിയിലുള്ള ചാനൽസ് ആണ് യൂട്യൂബ് സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ ചാനൽസ് ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും, സാറേ എനിക്ക് 1,500 സബ്സ്ക്രൈബേഴ്സായി, വാച്ച് അവേഴ്സ് ആണെങ്കിൽ 4,000 മതിയല്ലോ ആഡ്സൻസ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി, എനിക്കാണെങ്കിലോ 5,000 കഴിഞ്ഞു, 6,000 കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് അപ്രൂവൽ കിട്ടുന്നില്ല. അവിടെ യൂട്യൂബേഴ്സ് അതിനെ ചെക്ക് ചെയ്യുമ്പോൾ, ആഡ്സൻസ് അപ്രൂവൽ കൊടുക്കുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡിഫക്ട്സോ, നിങ്ങളുടെ വീഡിയോസ് ഒന്നും ആഡ് കാണിക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനോ, അതിൻ്റെ കണ്ടന്റ് അങ്ങനെ ആയി പോവുകയോ ഓഡിയൻസ് അങ്ങനെ ആയി പോവുകയോ, നിങ്ങൾ തന്നെ അതിനകത്ത് കോപ്പറേറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടത്തിക്കുകയോ കാര്യങ്ങൾ നടത്തിക്കുകയോ ചെയ്യുന്നത് ഗൂഗിളിന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാലോ അത് സിസ്റ്റം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാലോ ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ്സൻസ് അപ്രൂവൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാലും ചിലപ്പോൾ ആഡ്സൻസ് അപ്രൂവൽ കിട്ടാതെ ഇരിക്കാം. ഞാൻ ഒത്തിരി ചാനൽസ് കണ്ടിട്ടുണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സായി, വാച്ച് അവേഴ്സ് ആണെങ്കിലോ 16,000 വാച്ച് അവേഴ്സായി, പക്ഷെ ഇതുവരെ ആഡ്സൻസ് അപ്രൂവൽ കിട്ടിയില്ല. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനകത്ത് റെസ്പോണ്ട് ചെയ്ത് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാലോ, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയി അവരുടെ പ്രോസിനെ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാലോ, ആ ലെവൽ 4 ഒരാളിനെ കൊണ്ട് ഫ്ലാഗ് ചെയ്യിച്ചു പ്രോസ് ഇത് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഗൂഗിളിൽ നിന്നുള്ള യൂട്യൂബ് PR പറയുന്നത് നിങ്ങളുടെ ചാനലിനകത്ത് ആഡ് കാണിക്കത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒന്നും ഇല്ല. അപ്പം അവിടെ ആഡ്സൻസ് അപ്രൂവ് ആയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന മിക്ക വീഡിയോന്റെ കൂടെ ഒരു റെഡ് നോട്ടിഫിക്കേഷൻ കാണും, നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ആഡ്, അല്ലെങ്കിൽ നോട്ട് ഷോയിങ് ആഡ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പൊ നമ്മുടെ വീഡിയോക്ക് ഒരുപാട് വ്യൂസ് കിട്ടും, കഷ്ടകാലത്തിന് ആ വീഡിയോക്ക് ഒരുപാട് വ്യൂസും കിട്ടുന്നുണ്ടോ, പക്ഷെ അതിനകത്തുനിന്ന് ആഡ് കാണിക്കില്ല, അതിനുള്ള ഒരു റവന്യൂ നമുക്ക് അവിടെ കിട്ടുകയില്ല. അപ്പോൾ അവിടെ പ്ലാനിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള റെലവന്റ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, അതിനനുസരിച്ചുള്ള വീഡിയോസ് തയ്യാറാക്കുക. ഇതൊക്കെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് എത്താതെ വരികയും നമ്മൾ ഇടുന്ന വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ചാനൽ എന്നത്തേക്കുമായൊരു ഡെഡ് സോണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് സാൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സാൻഡ് ബോക്സിനകത്തേക്കൊക്കെ നിങ്ങൾ ചാനൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട, ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പം വളരെ കൂടുതൽ ടെക്നിക്കൽ ടേംസ് ഒന്നും ഞാൻ പറയുന്നില്ല. പ്ലാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടേക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്തിടുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോസിനകത്ത് ഞാൻ ട്രാഫിക് സോഴ്സുകളെ പറ്റി, പ്രധാനപ്പെട്ട യൂട്യൂബിനകത്ത് നമുക്ക് കിട്ടുന്ന മെയിൻ ട്രാഫിക് സോഴ്സുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.